ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 1581. ഏപ്രിൽ മാസം 29-ാം തീയതി. ഈ ആണ്ടിലെ 120-ാമത്തെ ദിവസത്തിലെത്തി. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായം, അതിന്റെ 22-ാമത്തെ തിരുവചന ഭാഗത്തേക്ക് എത്തുമ്പോൾ അത്രത്തോളം ക്രിസ്തുയേശുവിനെ പരിചയമുള്ള അധികം ആളുകളെ നമ്മളും എവിടെയും കണ്ടിട്ടുണ്ടാവില്ല, പരിചയപ്പെട്ടിട്ടും. അത്രമാത്രം യേശുവിനെ അറിയാവുന്ന മാത്രമല്ല, ക്രിസ്തുയേശു ഭൂമിയിലുണ്ടായിരുന്ന കാലത്ത് നിവർത്തിച്ചു വന്ന കാര്യങ്ങളുടെ തുടർച്ച ഏറ്റെടുത്തവരാണ് അവർ. ഏറ്റെടുത്തെന്ന് മാത്രമല്ല, അത് കൃത്യമായി, വ്യക്തമായി, ഫലപ്രദമായി അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നവരുമാണ്. അങ്ങനെയൊരു ബോധവും ബോധ്യമുള്ളവരാണ് അവരാണ് യേശുവിന്റെ ചുറ്റും കൂടിയിട്ട് യേശുവിനോട് പറയുന്നത്, ഞങ്ങൾ നിന്റെ നാമത്തിൽ ജീവിക്കുന്നവരാണ്. അനേക രോഗികൾക്ക് സൗഖ്യം കൊടുത്തിട്ടുണ്ട്, ഭൂതങ്ങളെ പുറത്താക്കിയിട്ടുണ്ട്, അനേക അത്ഭുത പ്രവൃത്തികൾ ചെയ്തിട്ടുണ്ട്. അവരോടുള്ള യേശുവിന്റെ സമീപനവും യേശുവിന്റെ മനോഭാവവും ഒക്കെ എന്തായിരുന്നു? ആ ജനക്കൂട്ടത്തിന്റെ അവകാശവാദത്തിന്റെ പൊതുവായ അർത്ഥം എന്താ? ഞങ്ങൾക്ക് നല്ലവണ്ണം നിന്നെ അറിയാമെന്നും നിന്റെ മൂല്യങ്ങളെ അറിയാമെന്നും അതെല്ലാം ഞങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടെന്നും അതൊക്കെ കൃത്യമായി പാലിക്കുന്നുണ്ടെന്നൊക്കെയാണ്. അങ്ങനെ പൊതുവെ നോക്കുമ്പോ എത്രമാത്രം യേശുവുമായി ചേർന്നവരാണ് ആ ചെറിയ കൂട്ടം ആളുകൾ. കുറച്ചുകൂടി തുറന്നു പറഞ്ഞാൽ, ക്രിസ്തുയേശു തെരഞ്ഞെടുത്ത് കൂടെ കൊണ്ടു നടക്കുന്ന 12 മുമ്പന്മാരും ശ്രേഷ്ഠരുമായി മാറുന്നുണ്ട് സത്യത്തില് ആൾക്കൂട്ടത്തിനകത്ത് ഉൾപ്പെട്ട ഒരാളായി സ്വയം ഒന്ന് ഭാവനയിൽ കാണാനായിട്ട്, ഒന്ന് സങ്കല്പിച്ചെടുക്കാനായിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഓരോരുത്തരെയും. അവനവനും ആ ആൾക്കൂട്ടത്തിലുണ്ട്. എപ്പോഴെങ്കിലുമൊക്കെ യേശു സന്നിധിയിൽ നിന്നുകൊണ്ട് നമ്മളും ഇങ്ങനെ ചില അവകാശവാദങ്ങളൊക്കെ ഉന്നയിക്കുന്നുണ്ട്. ദരിദ്രരെ കരുതിയിട്ടുണ്ടെന്നോ, ദേവാലയം നിർമ്മിക്കാനായിട്ട് സഹായം നൽകിയിട്ടുണ്ടെന്നോ, രോഗികളെ പരിചരിച്ചിട്ടുണ്ടെന്നോ, അങ്ങനെ യേശുനാമത്തിൽ ചെയ്ത കാര്യങ്ങളെയൊക്കെ നമ്മളും അല്ലാതെ പൊലിപ്പിച്ചെടുത്ത് അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അവരോട്, ആ ആൾക്കൂട്ടത്തോട് യേശു എന്തായിരുന്നു അന്ന് പറഞ്ഞത്? അനീതി പ്രവർത്തിക്കുന്നവരെ നിങ്ങളെന്റെ അടുക്കൽ നിന്ന് പോകുമെന്നാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളെ ഒരിക്കലും അറിഞ്ഞിട്ടില്ല എന്ന്. അതൊരു വലിയ ആപത്താണ്. സംഭവിക്കാനായിട്ട് എന്റെ ജീവിതത്തിൽ സാധ്യതയുള്ള ഏറ്റവും വലിയ ദുരന്തവുമാണ്. എന്താണത്? എനിക്ക് യേശുവിനെ അറിയാമെന്നതിനേക്കാളും അപ്പുറത്ത് യേശുവിന് എന്നെ അറിയാമോ ഇല്ലയോ എന്ന ചോദ്യത്തിന് യേശു തന്നെ ഉത്തരം പറയുകയാണ്, ഞാൻ നിന്നെ അറിയുന്നില്ല. വേദനയോടുകൂടി നമുക്ക് അതൊന്ന് തിരിച്ചറിയാം. ആമേൻ.